നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചെയ്യുമേ, എന്റെ കാശിനാഥന് വേണ്ടി ഈ നെഞ്ചിലെ ചോര ഒഴുക്കണമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അമ്മയ്ക്ക് ഓർമ്മ കാണും. ഇതേ കാർത്തിക പൗർണമിയിൽ നമ്മുടെ കാശിനാഥൻ ജനിച്ചത്. അവന്റെ ബർത്ത്ഡേ കൂടി ആ ദിവസം. അത് ആഘോഷിക്കേണ്ടത് എന്റെ കടമയാണ്. പിന്നെ രാപ്പകൽ 41 നാഴിക നീളുന്ന ആ പൂജ ആ കൊടുമ്പനത്തിലെ സിദ്ധനെ തിരഞ്ഞതുപോയതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വെറും നിസ്സാരം. കാർത്തിക പൗർണമി ദിവസം എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഞാൻ ഈ പൂജ ചെയ്യും. അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങുക. ഭാസി, എന്റെ ശ്രീപരമേശ്വര, തൃപ്പങ്ങോട്ടെയും കോട്ടയ്ക്കലെയും ദേവീദേവന്മാരെയും ഈ പൂജയിലെങ്കിലും അവന് കാര്യസാധ്യം നടത്തിക്കൊടുക്കണേ. അമ്മേ, ആഹാ, അച്ചുടാ, ഉറങ്ങിയില്ലേ ഇതുവരെ? ഇതെന്താ ഗ്ലാസ്സില്? എന്താ കുടിക്കുന്നേ? വെള്ളവാ. അമ്മയല്ലേ പറഞ്ഞത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൊറേ വെള്ളം കുടിക്കണമെന്ന്. രാത്രി കുടിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, രാവിലെ കുടിക്കുന്നതൊക്കെ നല്ലതാ. ആട്ടെ, അച്ചൂട്ടൻ എന്താ ഇതുവരെ ഉറങ്ങാത്തെ? പകല് മുഴുവൻ ഓടിയതിന്റെയും ചാടിയതിന്റെയും ഒക്കെ ക്ഷീണം ഉണ്ടാവില്ലേ ഇദ്ദേഹത്തിന്? ക്ഷീണമൊന്നുമല്ല, ഞാനേ ഒരു കാര്യം ആലോചിക്കായിരുന്നു. എന്ത് കാര്യം? കേക്കിന്റെ കാര്യം. കേക്കിന്റെ കാര്യോ? അച്ചൂട്ടന്റെ പിറന്നാളില്ലേ, അതിന് വാങ്ങുന്ന കേക്കിന്റെ കാര്യം തന്നെ. ഓ, അതിപ്പോ കേക്കൊക്കെ നമുക്ക് വേണോ? കുറച്ച് മിഠായി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. കേക്കിന് കേക്ക് തന്നെ ഉണ്ടായാലേ പറ്റൂ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ വാങ്ങി തന്നോളും. ഞങ്ങള് കേക്ക് ഷോപ്പിൽ പോവാനിരിക്കുക നാളെ തന്നെ. ഓ, അപ്പോ നിങ്ങൾ അച്ഛനും മകനും തമ്മിലിപ്പോ ഒരേ ലോകത്തായല്ലേ? ഈ അമ്മയായി ഞാൻ ഔട്ടും. അതെ, എന്റെ അച്ഛനും ഞാനും ഇപ്പൊ ഒരേ ലോകത്താ. അമ്മയ്ക്ക് അവിടെ വരണമെങ്കിൽ അമ്മ അച്ഛനെ കല്യാണം കഴിച്ചാ മതിയല്ലോ. അച്ചു, എന്ത് വർത്താനോ നീ പറയുന്നേ? ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ അങ്ങള് പറഞ്ഞത് അച്ഛനെ വിളിച്ചോളാൻ. അമ്മ സമ്മതിച്ചോണ്ടല്ലേ അച്ഛനെ കൊണ്ട് സ്കൂളിൽ ഞാൻ. മതി മതി, സമ്മതിച്ചു. അച്ചൂട്ടനെ അച്ഛൻ കേക്ക് ഷോപ്പിൽ കൊണ്ടുപോയി കേക്ക് വാങ്ങിച്ചു തരും. പക്ഷേ മേലാൽ ഒരിക്കലും അമ്മയോട് ആ അച്ഛനെ കല്യാണം കഴിക്കാൻ പറയരുത്. അതെന്താ പറയാൻ പാടില്ലാതെ? കാരണമുണ്ട്, ഒരു വലിയ കാരണം. അതിപ്പോ പറഞ്ഞ അച്ചൂട്ടന് മനസ്സിലാവില്ല. മോൻ പോയി കിടന്ന് ഉറങ്ങിക്കോ. അമ്മ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നോട്ടെ. അമ്മയ്ക്ക് എന്നോട് പിണക്കം. അച്ചൂട്ടാ, പോവാൻ പറഞ്ഞാ പോണം, അത്ര തന്നെ. പോ. അതെ, ഞാനിത് മനഃപൂർവ്വമല്ല, ആഗ്രഹിച്ചിട്ടുമല്ല. മോനെ വിഷമിപ്പിക്കാതിരിക്കാൻ മെനഞ്ഞൊരു കഥ മാത്ര പ്രസാദേട്ടനെ അവന്റെ അച്ഛനാക്കിയത്. അവരുടെ ആ ലോകത്തിലെ ഭാര്യാപദം എനിക്ക് വേണ്ട. എന്റെ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. എന്നെ മാലയിട്ട് കൈ പിടിച്ചുറപ്പിച്ച നമ്മുടെ ലോകം മാത്രം. എന്താ രണ്ടുപേരും കൂടെ പരിപാടി? നാളെ അച്ഛന്റെ ബർത്ത്ഡേ ആണ് സർ. അവനൊരു ബർത്ത്ഡേ കേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ മൈ ഗോഡ്, വീണ്ടും സർപ്രൈസ് ആണല്ലോ. എന്റെ മകന്റെ ബർത്ത്ഡേ നാളെയാണ്. ഇറ്റ്സ് റിയലി എ കോയിൻസിഡൻസ്. ഓ അത് ശരി, അപ്പൊ സാറിനൊരു മകനുണ്ടല്ലേ? മകനുണ്ടെന്ന് പറയാനാവില്ല, ഉണ്ടായിരുന്നു.
ഇന്നിപ്പോ അവൻ എനിക്കൊപ്പം ഇല്ല, അത്ര തന്നെ. സോറി സർ, ഡിവോഴ്സായി പോയതായിരിക്കും അല്ലേ? ഇപ്പോഴത്തെ ഒരു രീതി അതായതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, നോട്ട് അറ്റ് ഓൾ. ഡിവോഴ്സ് ആണെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. മൈ സ്റ്റോറി ഈസ് ഡിഫറെന്റ്. കണ്ണു നിറയെ കാണും മുമ്പേ അവനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ അച്യുതനെ കാണുമ്പോഴേ എനിക്ക് അവനെ ഓർമ്മ വരുന്നത്. എന്റെ മകൻ കാശിനാഥനും ഏതാണ്ട് ഇത്ര പ്രായം എന്ന് പറയാം. സാറിപ്പോ കേക്ക് വാങ്ങിക്കാൻ വന്നായിരിക്കും അല്ലേ? ഓ, ഞാൻ പറഞ്ഞല്ലോ, നാളെയാണ് അവന്റെ ബർത്ത്ഡേ. എല്ലാ വർഷവും അവന്റെ ജന്മദിനത്തിൽ ഞാനൊരു കേക്ക് വാങ്ങും, ഒരു ഉടുപ്പും മേടിക്കും. അവനില്ലാത്തോണ്ട് ഞാൻ തന്നെ ആ കേക്ക് മുറിക്കുക. ഈ വർഷവും ആ പതിവ് തന്നെ തുടരാന്ന് കരുതി. ആ, ഞാൻ അതിനുവേണ്ടി ഒരു കേക്ക് വാങ്ങാനാ വന്നത്. അങ്കിൾ, അങ്കിളിന്റെ മകന്റെ ബർത്ത്ഡേ കേക്ക് ഞാൻ സെലക്ട് ചെയ്യട്ടെ? പിന്നെന്താ, അച്ചു തന്നെ സെലക്ട് ചെയ്തോളൂ. എവിടെ കാറ്റലോഗ്? വാ, കാറ്റലോഗ് പ്ലീസ്. അങ്കിൾ, ഇത് നല്ലതാ, ഇത് വാങ്ങിക്ക്. ഓക്കെ, വെരി ഗുഡ്. ഈ കേക്ക് ഒരെണ്ണം നാളെ തന്നെ വേണം കേട്ടോ, ചെറുത് മതി. ഓക്കെ, ഡൺ സർ. മകന്റെ പേരെന്താണ് സർ? കാശിനാഥൻ. അഡ്രസ് പറഞ്ഞോളൂ സർ, കേക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തേക്കാം. അഡ്രസ് നാളെ പുലർച്ചെ തൊട്ട് ഞാനിവിടെ അമ്പലത്തിൽ പൂജയിലായിരിക്കും. കേക്ക് നിങ്ങൾക്ക് അവിടെ തരാൻ പറ്റുമോ? സർ, അമ്പലത്തിലൊക്കെ ഓഫീസിലെത്തിച്ചാൽ മതിയോ സർ? ഓഫീസിലില്ല ഞാൻ. അമ്പലത്തിന് സമീപത്ത് ഞാനൊരു പൂജാ മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്. അതൊരു ശിവലോകമാണ്. അമ്പലത്തിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാം. നിങ്ങൾ അവിടെ തന്നാ മതി. ശരി സർ, അങ്ങനെയാണെങ്കിൽ വെജിറ്റേറിയൻ കേക്ക് ആയിരിക്കും നല്ലത്. വെരി ഗുഡ്. എങ്കിൽ നിങ്ങളുടെ വെജിറ്റേറിയൻ കേക്ക് തന്നെ ആയിക്കോട്ടെ. പാസി, കാശ് കൊടുക്ക. അങ്കിൾ, ആ? നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് അങ്കിൾ എന്നെ വീട്ടിൽ വരുമോ? ഓ, അയ്യോ, നാളെ പറ്റില്ലല്ലോ അച്ചു. ഞാൻ പറഞ്ഞില്ലേ പൂജയുണ്ടെന്ന്. രാവിലെ മുതൽ രാത്രി വരെ നീളുന്നതാ. അതുകൊണ്ടാ മോനെ, ഇല്ലെങ്കിൽ വരായിരുന്നു. എങ്കിൽ നാളെ രാവിലെ അങ്കിൾ എന്റെ ഫോണിൽ വിളിച്ച് വിഷ് ചെയ്യണം. എന്താ പറ്റോ? പിന്നെന്താ, അത് ചെയ്യാലോ. അച്ഛന്റെ ഫോൺ നമ്പർ പറ. എന്റെ അല്ല, അമ്മയുടെ നമ്പർ തരാം. എനിക്ക് ഫോണില്ലല്ലോ. ആയിക്കോട്ടെ, നമ്പർ പറയുമോ? 9846 2255. അച്ചൂട്ടന്റെ അമ്മയുടെ പേരെന്താ? അഞ്ജലി. ഓ ഗുഡ്. അഞ്ജലി കെയർ ഓഫ് അച്യുത്, മൈ ലിറ്റിൽ ഫ്രണ്ട്. ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.